നമുക്കിപ്പം വി എസ് അനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. നമസ്കാരം ശ്രീ വി എസ് അനിൽകുമാർ, ഗുഡ് മോർണിംഗ്. ഈ റീത്ത് ഒക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നറിഞ്ഞു. എപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് വി എസ് അനിൽകുമാർ? രാവിലെ തന്നെയാണ്. രാവിലെ എന്ന് വെച്ചാൽ എൻ്റെ മകൻ ഇവിടെ അടുത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിന് പോകുന്നു. മകൻ എന്ന് വെച്ചാൽ 8 വയസ്സുള്ള മകനാണ്. അവനാണ് വീട് തുറന്ന് ഗേറ്റ് തുറക്കുക പോകാനായിട്ട്. അപ്പൊ 6:15 പോകുന്നതിന് മുമ്പ് വെച്ചാൽ 5:30 അവൻ ഗേറ്റ് തുറന്നു. ഗേറ്റ് തുറന്നിട്ട് അപ്പൊ അച്ഛാ ഇതാ ഒരു മാല എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു. മോൻ എത്ര വയസ്സുണ്ട് അനിൽ? 8 വയസ്സേ ഉള്ളൂ. 8 വയസ്സേ ഉള്ളൂ. അയ്യോ, അവനത് കണ്ടിട്ട് മാലയാണെന്ന് വിചാരിച്ചു അല്ലേ? അത്രേ ഉള്ളൂ. അവനെന്താ അറിയാ. ഈ ഗേറ്റിന് പുറത്താണോ ഗേറ്റിനുള്ളിലാണോ വെച്ചിരുന്നത്? ഉള്ളിലാണ്. ഒന്ന് ഗേറ്റിന് വിടവുകളുണ്ട്, അതിലൂടെ വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ പുറത്തൂടെ ഇട്ടതായിരിക്കും. അറിയില്ല, എന്താണെന്ന് അറിയില്ല. അതിനകത്തൊന്നും എഴുതിയിട്ടൊന്നുമില്ലല്ലോ? ഒന്നും എഴുതിയിട്ടില്ല. ഇത് അന്ന് നമ്മള് പുസ്തകം ഏറ്റുവാങ്ങിയതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും പ്രതിഷേധമോ കോളോ ഭീഷണിയോ എന്തെങ്കിലും വന്നിരുന്നോ? കോളും ഭീഷണി ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. എന്റെ പേരൊന്നും വെക്കാതെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് എന്താ പറയാ, ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ അങ്ങോട്ടും ചൊറിയുമ്പോൾ, ഞങ്ങൾ ചൊറിയുമ്പോൾ തൊലി പോയി എന്ന് വരും എന്നുള്ള രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇത് എനിക്ക് മനസ്സിലാവാത്തത്, ഇതിപ്പം വിവാദം ഉണ്ടായി, പുസ്തകം പുറത്തിറങ്ങി, ആളുകൾ പുസ്തകം വായിച്ചു അല്ലേ? പ്രകാശനം എല്ലാരും വായിച്ചു. വായിക്കുകയും ചെയ്തു. കണക്കിപ്പോഴും കൃത്യമായി അവതരിപ്പിക്കാൻ പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞിട്ടുമില്ല. അത് പാർട്ടി പ്രവർത്തകരുടെ മുന്നിലാണെങ്കിലും ശരി, മാധ്യമങ്ങളുടെ മുന്നിലാണെങ്കിലും ശരി. അപ്പൊ ഇത്രയും വൈകി ഇങ്ങനെയൊക്കെ കൊണ്ട് വയ്ക്കുന്നത് എന്തായിരിക്കും? ഇത് ആരാണെന്നാണ് ഒരു നിഗമനം? ഞാനിപ്പോ ഊഹിച്ച് പറയാൻ, എനിക്കങ്ങനെ ഇവിടെ പാർട്ടിയിലും ശത്രുക്കളില്ല. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദ ബന്ധങ്ങളാണ്. ആരുമായിട്ട് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല. ഇനിയിപ്പോ അല്ല എടുത്തുചാട്ടക്കാർ വെച്ചതാ. അതെ, ഇത് വളരെ പഴയതല്ലേ, വളരെ ഓൾഡ് അല്ലേ, പുതിയ ഈ സൈബർ യുഗത്തിൽ വേറെ എന്തെങ്കിലും ചെയ്യാതല്ലാട്ട് ഇത് വളരെ പഴയ ഭീഷണിയല്ലേ ഇതൊക്കെ അല്ലേ? പണ്ട് കാലത്ത് BJP-ക്കാര് CPM, RSS-കാര് CPM വീടിന് മുന്നിൽ വെക്കുന്നു.